ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ നിങ്ങൾ ഈ മൊമെൻറ്റിന് വേണ്ടി വല്ലാതെ കാത്തിരുന്നിട്ടുണ്ടല്ലേ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും ഞാൻ പറയും ഞാൻ കാത്തിരുന്നിട്ടുണ്ട്. ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിലും ഇതുപോലെ വീഡിയോസ് പ്രസൻറ്റ് ചെയ്യുന്ന ഒരാൾ എന്ന നിലയിലും ഞാൻ കാത്തിരുന്നിട്ടുണ്ട്. എന്നും കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുക എന്നുള്ള ഒരു ഉള്ളടക്കം മാത്രമാണ് എൻ്റെ പല വീഡിയോസിലും ഉണ്ടായിരുന്നത്. അതിലെനിക്ക് ന്യായമായിട്ടുള്ള കാരണങ്ങളുണ്ടായിരുന്നു. കാരണം ജനക്ഷേമ പ്രവർത്തനങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എത്രത്തോളം അവർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ എനിക്ക് കാര്യമായിട്ടുള്ള വിയോജിപ്പുകളുണ്ട്. എല്ലാം ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്നുള്ള രീതിയിലും അതിൻ്റെ ഒരു സൈഡിൽ ചില ആളുകൾ കൃത്യമായിട്ടുള്ള ലാഭം ഉണ്ടാക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഫോഴ്സ്ഡ് ആണ് ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ E20 പെട്രോളിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്കഷൻ വരുന്നു. നമ്മൾ ഫോഴ്സ് ടു ബൈ ആണ് E20 പെട്രോൾ. നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. എന്നാൽ രാജ്യത്തിൻ്റെ വിദേശ നാണ്യ റിസർവ് സംരക്ഷിക്കപ്പെടുന്ന, രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന, രാജ്യത്തിന് കൂടുതൽ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ആ ഒരു സംവിധാനം കൊണ്ട് സാധാരണക്കാരന് എന്ത് ഉണ്ടായി ഗുണം എന്നൊക്കെ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ GST പരിഷ്കരണം വരുന്നത്. ലാസ്റ്റ് ബഡ്ജറ്റിലാണെങ്കിലും എനിക്ക് പോസിറ്റീവായിട്ട് അതിനെക്കുറിച്ചിട്ട് സംസാരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചിലയിടത്ത് കണ്ടു എന്നുണ്ടെങ്കിലും പൂർണ്ണ അർത്ഥത്തിലേക്ക് ഞാൻ ഒട്ടും തൃപ്തനായിരുന്നില്ല. ഇപ്പോൾ ഈ GST പരിഷ്കരണം ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാർക്ക് ഒത്തിരിയധികം ഗുണകരമാവുന്നതാണ്. അതിനെക്കുറിച്ചിട്ട് സന്തോഷത്തോടെ തന്നെ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിലേറ്റവും എനിക്ക് എടുത്തു പറയാനായിട്ട് തോന്നിയത്, പലപ്പോഴും പല സർക്കാരുകൾ മാറി വരുന്ന സമയത്തും ആളുകൾ ചെയ്യാതിരുന്ന ഒരു സംഗതിയുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്കുള്ള ഒരു പരിഷ്കരണം. ഹെൽത്ത് ഇൻഷുറൻസുകൾ കോസ്റ്റ്ലി ആണ് എന്ന് നമ്മൾ പലപ്പോഴും വിചാരിക്കും. എന്നാൽ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ഹെൽത്ത് ഇൻഷുറൻസുകൾ അത്ര കോസ്റ്റ്ലി ഒന്നുമല്ല. ഞാൻ പലപ്പോഴും വീഡിയോയിൽ പ്രൊമോഷൻസ് ഒക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് പറയാറുണ്ട്, NRIs ഒക്കെ ഇന്ത്യയിൽ നിന്ന് ടേം ഇൻഷുറൻസ് എടുക്കുകയാണ് അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ 18% GST അടയ്ക്കേണ്ടതില്ല എന്നുള്ളത്. അപ്പോൾ ഈ 18% GST കൂടി ഒരു ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് വരുന്ന സമയത്ത് സാധാരണക്കാരന് അത് ഒട്ടും അഫോർഡബിൾ അല്ല. ഏകദേശം 8ഓളം രീതിയിലാണ് സാധാരണക്കാർക്ക് ഈ ഒരു GST പരിഷ്കരണം ഉപകാരപ്രദമാവുന്നത്. അത് ഞാൻ ഇന്നലെ ഇരുന്ന് കൃത്യമായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പങ്കുവെക്കുകയാണ്. അതിൽ ഒന്നാമത്തേത് നിത്യ ഉപയോഗ സാധനങ്ങൾ, എവറിഡേ എസെൻഷ്യൽസ്. നമ്മൾ രാവിലെ മുതൽ വൈകിട്ട് വരെ എല്ലാ ദിവസങ്ങളിലും വീട്ടിൽ ഉപയോഗിക്കുന്ന ചില സാധനങ്ങളുണ്ട്. ഗ്രോസറി പർച്ചേസിന്റെ കൂട്ടത്തിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ചില സാധനങ്ങളുണ്ട്. അതിൽ മുന്നേ 12 മുതൽ 18% വരെ GST ഈടാക്കിക്കൊണ്ടിരുന്നു. എന്നാൽ ഇന്ന് അത് 5%ത്തിലേക്ക് ഒതുങ്ങിയിരിക്കുകയാണ്. അതിൽ ഉൾപ്പെടുന്ന സംഗതികൾ ടൂത്ത് പേസ്റ്റ്, സോപ്പ്, ഷാംപൂ, ഡിറ്റർജൻസ്, ബിസ്ക്കറ്റ്സ്, പാക്കേജ്ഡ് സ്നാക്സ്, ചോക്ലേറ്റ്സ്, മിൽക്ക് പൗഡർ, ഷുഗർ, ടീ, കോഫി, കുക്കിംഗ് എസെൻഷ്യൽസ്. 12 മുതൽ 18% വരെ GST ഈടാക്കിക്കൊണ്ടിരുന്ന ആ ഒരു സാധനങ്ങൾക്ക് 5%ത്തിലേക്ക് മാത്രമായി GST കൊടുക്കേണ്ടി വരുമ്പോൾ നമുക്ക് ഈ ഗ്രോസറി പർച്ചേസിലൊക്കെ കാര്യമായിട്ടുള്ളൊരു ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. വിലക്കയറ്റം കൂടി പിടിച്ചു നിർത്താനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ, അതിലൊരു നിയന്ത്രണം കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് കൃത്യമായിട്ട് ബെനിഫിഷ്യലായിട്ട് മാറും. ഇനി അടുത്തത് വീട്ടുപകരണങ്ങൾ, ഹൗസ് ഹോൾഡ് അപ്ലയൻസസ് ആൻഡ് കൺസ്യൂമർ ഡ്യൂറബിൾസ്. നമ്മളുടെ വീട്ടുപകരണങ്ങളിലൊക്കെ മുന്നേ GST ഈടാക്കിക്കൊണ്ടിരുന്നത് 28%. ഒരു റെഫ്രിജറേറ്റർ നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ 28% GST അടയ്ക്കേണ്ടിയിരുന്നു. ഒരു TVക്ക്, വാഷിംഗ് മെഷീന്, എയർ കണ്ടീഷണറിന് എല്ലാം 28% GST. ഇപ്പോൾ ഈ 18%, 5% എന്നീ 2 കാറ്റഗറികളിലേക്ക് മാത്രം GST വരുന്ന സമയത്ത് ഇതിന് 18% മാത്രമാണ് ഈടാക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, 10% കുറവാണ് നമുക്കതിൽ ലഭിക്കുന്നത്. അപ്പോൾ അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടിരിക്കുന്ന ചില കാര്യങ്ങളെ ഞാനൊന്ന് പറയുകയാണ്. റെഫ്രിജറേറ്റേഴ്സ്, വാഷിംഗ് മെഷീൻസ്, എയർ കണ്ടീഷണർ, TV അപ് ടു സെഡൻ സ്ക്രീൻ സൈസ് എന്ന് പറഞ്ഞാൽ ഒരു പരിധിയിലധികം ഉള്ളതിന് എക്സ്ട്രാ ടാക്സ് കൊടുക്കേണ്ടി വരും. അതൊരു ലക്ഷറിയിലേക്ക് പോകുന്നതുകൊണ്ട്. സ്മോൾ കിച്ചൺ അപ്ലയൻസസ്, മൈക്രോവേവ് അവൻ, മിക്സർ, ഫാൻസ്. വീട്ടുപകരണങ്ങൾ എന്ന് പറയുന്നത് ആളുകളുടെ ജോലി ഭാരം കുറയ്ക്കുന്ന സംഗതികളാണ്. ജോലി ഭാരം കുറയുന്ന സമയത്ത് പ്രൊഡക്ടിവിറ്റി കാര്യമായിട്ട് കൂടും. നമ്മൾ ഈ അടിമ പണിയെടുക്കുന്നതിനെ ഒന്നും പണ്ടത്തേതുപോലെ അമ്മിയിൽ അരയ്ക്കുന്ന കാര്യത്തൊന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ലല്ലോ. അപ്പോൾ സ്മാർട്ട് വർക്കാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അവിടെ നമുക്ക് വലിയ ഭാരമില്ലാതെ വീട്ടുപകരണങ്ങൾ ഉപയോഗിക്കാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ ആളുകൾക്ക് അത്രത്തോളം ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ശരിക്കും വർക്കിംഗ് കപ്പിളൊക്കെ, 2 ആളുകളും പണിയെടുക്കുന്ന ആളുകൾക്ക് വീട്ടുപകരണങ്ങളും കൂടെ പ്രോപ്പറായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഇത് ഗുണമുള്ളൊരു സംഗതിയാണ്. അപ്പോൾ അതിലൊരു GST പരിഷ്കരണം വന്നിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ കാറ്റഗറി ഓട്ടോമൊബൈൽസ് ആൻഡ് 2 വീലേഴ്സ്. അതിൽ 28% ഉണ്ടായിരുന്ന GST 18% ആയിട്ടുണ്ട്. സാധാരണക്കാർക്ക് വാഹനം എന്ന് പറയുന്ന ഒരു സ്വപ്നം അത്ര ഒരു വലിയ നികുതി ഭാരമില്ലാതെ ഇനി ഉപയോഗിക്കാനായിട്ട് പറ്റും. സ്മോൾ ഹാച്ച് ബാഗ്സ്, അതായത് 1200 cc വരെയുള്ള കാറുകൾ, അതിന് കാര്യമായിട്ടുള്ള കുറവ് ഉണ്ട്. അതേപോലെ തന്നെ 2 വീലേഴ്സ്, 350 cc താഴെയുള്ള 2 വീലേഴ്സ്. അപ്പോൾ അതും സാധാരണക്കാരന് കുറച്ചും കൂടി അഫോർഡബിൾ ആവുന്നുണ്ട്. ഈ 350 cc മുകളിലുള്ള ബൈക്കുകൾ അതൊരു ലക്ഷറി കാറ്റഗറിയിലേക്ക് വരുന്നു. 1200 cc മുകളിലുള്ള വാഹനങ്ങൾ അതുപോലെ ഒരു SUV കാറ്റഗറിയിലേക്കോ അല്ലെങ്കിൽ പവർ കൂടിയ വാഹനങ്ങളിലേക്ക് വരുന്നു. അപ്പോൾ അതെല്ലാം കുറച്ചും കൂടെ റിച്ച് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ സാധാരണക്കാരന് അവിടെയും ഗുണമുണ്ട്. നേരത്തേക്ക് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ വന്നുകൊണ്ടിരുന്നത് നമ്മൾ ടോൾ അടയ്ക്കണം, ഹ്യൂജ് ആയിട്ടുള്ള ടാക്സ് അടയ്ക്കണം, ഒരു പുതിയ കാറ്, ഒരു ചെറിയൊരു സാധാരണക്കാരൻ്റെ കാറ് പോലും അഫോർഡബിൾ അല്ല, അത് ലക്ഷങ്ങൾ കവിയുന്നു എന്നുള്ളതായിരുന്നു.
നിർമ്മാണ ചെലവും അതേപോലെ തന്നെ ടാക്സുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിൽ കാറുകൾ എന്ന് പറയുന്നത് സാധാരണക്കാരൻ അഫോർഡബിൾ ആയിരുന്നതല്ല. ഇനി നാലാമതായിട്ട് ഞാൻ മുന്നേ പറഞ്ഞ കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ്, ഹെൽത്ത് കെയർ ടാക്സിൽ നിന്ന് എടുത്തു മാറ്റി 18% GST ഈടാക്കിക്കൊണ്ടിരുന്നതാണ് ഹെൽത്ത് ഇൻഷുറൻസ് റിന്യൂവൽ. പുതിയ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഇനി നമ്മൾ അതിന് ടാക്സ് അടയ്ക്കേണ്ടതില്ല. എത്ര നല്ലൊരു പരിഷ്കരണമാണ്. ഞാൻ 2 മാസം മുന്നേ പറഞ്ഞിരുന്നു, ഹെൽത്ത് ഇൻഷുറൻസ് റിന്യൂ ചെയ്ത സമയത്ത് 18% GST കൊടുക്കുകയുണ്ടായി. ഇനിയിപ്പോൾ വൈഫിൻ്റെ റിന്യൂ ചെയ്യാനായിട്ടുണ്ട്, അതിന് GST അടയ്ക്കേണ്ട എന്നുള്ളത് ഒരു വലിയ ആശ്വാസമാണ്. കാരണം വാർഷിക പ്രീമിയത്തിലൊക്കെ നമുക്ക് 1000 രൂപയ്ക്ക് മുകളിലൊക്കെ ടാക്സ് പോകുന്നേ. അടുത്തത് ഹൗസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിലാണ് കുറവ് വന്നിരിക്കുന്നത്. 28% എന്നുള്ളത് 18% കുറഞ്ഞിട്ടുണ്ട്. സാധാരണക്കാരൻ ഒരു വീട് അല്ലെങ്കിൽ ഒരു പാർപ്പിടം എന്ന സ്വപ്നം കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ട് മാറുകയാണ്. 3000 രൂപയ്ക്ക് മുകളിലേക്കൊക്കെ സ്ക്വയർ ഫീറ്റ് റേറ്റ് വീട് പൂർണ്ണമായിട്ട് പണിത് കൊടുക്കുന്ന ആളുകളൊക്കെ ഈടാക്കി തുടങ്ങിയിരുന്നു. അപ്പോൾ അവിടെയൊക്കെ കാര്യമായിട്ടുള്ള ഒരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഇനി ധൈര്യമായിട്ട് അവരോട് ചോദിക്കാം. ഇതിലൊരു ചെറിയ പ്രശ്നം വരുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 28% GSTയിൽ സാധനങ്ങൾ വാങ്ങിച്ച് പണി തീർത്ത് വിൽക്കാനിട്ടിരിക്കുന്ന ചില വീടുകളും അതേപോലെ തന്നെ ഫ്ലാറ്റുകളും, അങ്ങനെയുള്ളവയിൽ ചെറിയൊരു നഷ്ടം അതിൻ്റെ ബിൽഡേഴ്സിന് ഉണ്ടാവുന്നുണ്ട്. ഇപ്പം ഞാനൊക്കെ 28% GST കൊടുത്തിട്ട് സാധനങ്ങൾ വാങ്ങിച്ച് വീട് പണിത ഒരു വ്യക്തിയാണ്. ഇപ്പം എൻ്റെ വീട് ഞാൻ സെല് ചെയ്യാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്. ഞങ്ങളത് ഉപയോഗിക്കുന്നില്ലാത്തതുകൊണ്ട് ഞാനത് കൊടുക്കാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 28% GST കൊടുത്തിട്ട് വീട് പണിത ആളുകളാണ്. നമുക്ക് ചെറിയൊരു നഷ്ടം അതിൽ വന്നിട്ടുണ്ട്. വീടെന്ന് പറയുന്ന അല്ലെങ്കിലും ഇപ്പോഴത്തെ കാലത്ത് ഉപയോഗിക്കാനായിട്ട് പണിതിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് നഷ്ടമാണ്. അത് അതിൻ്റെ ബിസിനസ്സൊക്കെ അറിയാവുന്ന ആളുകൾക്ക് മാത്രമേ ലാഭകരമായിട്ട് നടക്കത്തുള്ളൂ. അടുത്തത് റെസ്റ്റോറൻറ്റ്സ് ആൻഡ് ഈറ്റിംഗ് ഔട്ട്. പുറത്തുനിന്നുള്ള ഭക്ഷണത്തിന് ടാക്സ് കുറയുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. 18% GST മിഡ് ആൻഡ് ഹൈ എൻഡ് റെസ്റ്റോറൻറ്റ്സിൽ ഈടാക്കുമ്പോഴും ലോ കോസ്റ്റ് മീൽസിന് 5% എന്നുള്ള ഒരു രീതിയിൽ നിജപ്പെടുത്തിയിട്ടുണ്ട്. ശരിക്കും ഗൾഫിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, അവിടുത്തെ ചെറിയൊരു എമൗണ്ടിന് നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം വയറ് നിറച്ച് കഴിക്കാം. ഇവിടെ നമ്മൾക്ക് ഒരു ചെറിയ എമൗണ്ടിന് ഒരു 10 രൂപയ്ക്കൊക്കെ നമുക്ക് സ്നാക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. ഒരു രാജ്യത്തെ ആളുകൾ ആ ഒരു രാജ്യത്തെ ചെറിയ എമൗണ്ടിന് ഭക്ഷണം കഴിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ ഉറപ്പാക്കേണ്ടുന്ന ഒരു സംഗതിയാണ്. ശരിക്കും ഒരു 10 രൂപ അല്ലെങ്കിൽ 20 രൂപ 50 രൂപയൊക്കെ ഏൺ ചെയ്യാനായിട്ട് അത്രത്തോളം കഷ്ടപ്പാട് നമുക്കുണ്ട്. എന്നാൽ ഭക്ഷണം കഴിക്കാനായിട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഒരു ഊണിന് കൊടുക്കണം 100-150. ഒരാളുടെ ഒരു ദിവസത്തെ വരുമാനം ഇപ്പോൾ 1000 രൂപയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വലിയ ഭാഗം തന്നെ ഭക്ഷണത്തിന് വേണ്ടി മാറ്റി വയ്ക്കേണ്ടി വരും പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഈ പുറത്തുനിന്നുള്ള ഭക്ഷണത്തിന് വില നിജപ്പെടുത്തുക എന്ന് പറയുന്നത് കൃത്യമായിട്ട് ചെയ്യേണ്ടുന്ന ഒരു സംഗതിയാണ്. അതേപോലെ തന്നെ ഇപ്പോൾ കേരളത്തിലൊക്കെ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്ന ഒരു വലിയ ഡിഫറൻസ് ഉള്ള ഒരു ഏരിയയാണ് തട്ടുകട ഫുഡുകൾ, ടർപ്പായി വലിച്ചു കയറ്റിയിട്ടുള്ള ഫുഡുകൾ, റെസ്റ്റോറൻറ്റ് ഫുഡുകൾ. ഈ റെസ്റ്റോറൻറ്റ് ഫുഡുകളും തട്ടുകട ഫുഡുകളും ഏകദേശം ഒരേ രീതിയിൽ റേറ്റ് ഈടാക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഷോപ്പൊക്കെ തുടങ്ങി നല്ല രീതിയിൽ ബിൽഡിംഗ് റെഗുലേഷൻസും അതേപോലെ തന്നെ ഫുഡ് സേഫ്റ്റിയുടെ റൂൾസും ഒക്കെ പാലിച്ച് ആളുകൾക്ക് മികച്ച സൗകര്യങ്ങൾ കൊടുക്കുന്ന റെസ്റ്റോറൻറ്റ്സിന് ഒരു അടിയാണെന്നേ. അപ്പം ഈ വഴിയിൽ ടർപ്പായി കെട്ടിയിട്ടുള്ള പരിപാടികൾ ആളുകളുടെ തൊഴിലാണ്, അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അവർക്ക് കുറച്ചും കൂടി വൃത്തിയുള്ള ഇടങ്ങളിൽ ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള സഹായങ്ങൾ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ വഴിയിലെ ടർപ്പായ പരിപാടികൾ കാര്യം നമ്മൾ അതിൽ നിന്ന് പോയി നല്ല രുചിയുള്ള ബജിയും ചായയും കഴിക്കുമെന്നുണ്ടെങ്കിലും അവിടെ ഇരുന്ന് തന്നെ ഞാൻ ആലോചിക്കാറുണ്ട്, എന്തൊരു വൃത്തികേടാണ് മൊത്തത്തിൽ ഈ നീല ടർപ്പായി വലിച്ചു കിട്ടിയിട്ടുള്ള നമ്മുടെ റോഡിൻ്റെ ഇരുവശങ്ങളും. അവരെ കംപ്ലീറ്റ്ലി തൊഴിലിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതല്ല ചെയ്യേണ്ടത്. അവർക്ക് അനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ, അതിലേക്ക് അവരെ മാറ്റണം. നമ്മുടെ റോഡുകളും നമ്മുടെ റോഡ് സൈഡുകളും കച്ചവട സ്ഥലങ്ങളാക്കരുത്. അത് വണ്ടികൾക്ക് പോകാനായിട്ടും ആളുകൾക്ക് നടക്കാനും വേണ്ടിയുള്ളതാണ്. അതൊന്നും നമുക്കിവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല പലപ്പോഴും. അടുത്തത് സ്മോൾ ബിസിനസ് ആൻഡ് സ്റ്റാർട്ടപ്സ്. ഫാസ്റ്റർ GST രജിസ്ട്രേഷൻ. 3 days ഫോർ ലോ റിസ്ക് ബിസിനസ്. ചെറിയ ബിസിനസ്സുകൾക്ക് 3 ദിവസം കൊണ്ട് GST രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. പ്രീ ഫൈൽഡ് റിട്ടേൺസ് ഫോർ ഈസി കോംപ്ലയൻസ്. റീഫണ്ട്സ് ഇൻ 7 days ഫോർ സെക്ടേഴ്സ് ലൈക്ക് ടെക്സ്റ്റൈൽസ്, ഫാർമ, എക്സ്പോർട്ടേഴ്സ്. GST റീഫണ്ട് വരുന്നത്, അതേപോലെ തന്നെ കമ്പനി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നില്ല, GST രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഇന്ത്യയിൽ ഒരു ബിസിനസ്സൊക്കെ തുടങ്ങുന്ന സമയത്ത് ഒരു സിമ്പിൾ 1 person കമ്പനിയോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയോ ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഫണ്ട് വരുന്നത് ഇതിൻ്റെ മാൻഡേറ്ററി കംപ്ലയൻസസ് ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയാണ്. ഒത്തിരി പൈസ നമ്മൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതൊന്ന് കുറയ്ക്കാനായിട്ടുള്ള എന്തെങ്കിലും പരിപാടികൾ ഇതിലുണ്ടോ എന്നുള്ളത് അറിയത്തില്ല. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും കുറേയധികം കാര്യങ്ങൾ വളരെ സിമ്പിൾ ആക്കിയിട്ടുണ്ട്. പ്രീ ഫിൽഡ് റിട്ടേൺസ് ഏതായാലും ഇതിന് ഗുണകരമായിട്ടുള്ളൊരു സംഗതിയാണ്. അങ്ങനെ ആകുമ്പോൾ അത്യാവശ്യം നോളജ് ഉള്ളൊരു സംരംഭകന് നേരിട്ട് അതൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ഇനി 8ാമതായിട്ട് ഒരു കാറ്റഗറിയിലേക്ക് പെടുത്തിയിരിക്കുന്നതാണ് ലക്ഷറി ആൻഡ് സിൻ ഗുഡ്സ്. സ്പെഷ്യൽ ഹൈ റേറ്റ് 40% വരുന്നുണ്ട്. ഇത് സാധാരണക്കാരന് ഗുണകരമാവുന്ന കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരൻ ലക്ഷറി സാധനങ്ങൾ അധികം വാങ്ങാറില്ല. അങ്ങനെ വാങ്ങി കടക്കണിയിലേക്ക് പോകാതിരിക്കാൻ ഇത് സഹായിക്കും. അതേപോലെ തന്നെ ചില ദുശീലങ്ങളൊക്കെ തുടങ്ങാതിരിക്കാനായിട്ടും നിർത്താനായിട്ടും ഒക്കെയുള്ള ചില പ്രേരണകൾ ഇതിലുണ്ട്. സിഗരറ്റ്സ്, ടൊബാക്കോ പ്രൊഡക്ട്സ്, ഹൈ ആൻഡ് ലക്ഷറി കാർസ്, കാർബണേറ്റഡ് എയറേറ്റഡ് ഡ്രിങ്ക്സ്, അതിനൊക്കെ
കാര്യമായിട്ടുള്ള സ്പെഷ്യൽ ഹൈ റേറ്റ് ഈടാക്കുന്നുണ്ട്. ഇനി പെട്ടെന്നൊന്ന് നോക്കാം സാധാരണക്കാരന് ഇത് എങ്ങനെയൊക്കെയാണ് ഉപകാരപ്രദമാവുന്നത്. ഒന്നാമതായി ഞാൻ പറഞ്ഞു, നിത്യോപയോഗ സാധനങ്ങൾ, ഡെയിലി യൂസ് ഐറ്റംസ്, അതിൽ GSTയിൽ കുറവുണ്ട്, 5% ചുരുങ്ങിയിട്ടുണ്ട്. ലോവർ കോസ്റ്റ് ഹൗസ് ഹോൾഡ് അപ്ലയൻസസ് എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന തരത്തിലേക്കുള്ള നിത്യോപയോഗ വീട്ടുപകരണങ്ങൾ, അതിൽ നമുക്ക് ഈ 18% GST ആയി കുറഞ്ഞിട്ടുണ്ട്. പിന്നെ 2 വീലറുകളും സ്മോൾ കാർസും അഫോർഡബിൾ ആയിട്ട് മാറുന്നുണ്ട്. ഇൻഷുറൻസ് പ്രീമിയംസ് ടാക്സ് ഫ്രീ ആയി മാറുന്നു. ഹോം കൺസ്ട്രക്ഷൻ്റെ കാര്യത്തിൽ നമുക്ക് 28% എന്നുള്ളത് 18% കുറഞ്ഞിട്ടുണ്ട്. പിന്നെ പുറത്തുനിന്നുള്ള ഭക്ഷണത്തിന് കാര്യമായിട്ടുള്ള ടാക്സ് കുറഞ്ഞിട്ടുണ്ട്. MSME ബെനഫിറ്റ്സ്, മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസിന് മോർ കോമ്പറ്റീറ്റീവ് പ്രൈസിങ്, GSTയിലുള്ള പെട്ടെന്നുള്ള രജിസ്ട്രേഷൻ, അതേപോലെ തന്നെ മാൻഡേറ്ററി കംപ്ലയൻസസിലുള്ള പ്രീഫിൽഡ് ഫോമുകൾ, അതൊക്കെ ഗുണകരമാവുന്നതാണ്. ഏതായാലും വലിയ സന്തോഷമുണ്ട്. നിർമ്മല സീതാരാമൻജിയെയും മോഡിജിയെയും പ്രത്യേകം ഈ ഒരു സാഹചര്യത്തിൽ നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. കൊള്ളാം. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ പണി സൈഡിൽ കൂടെ വെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഒരു പേടി. നമ്മൾക്ക് ഈ ഒരു തവണ ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ചയുടെ അവസ്ഥയാണല്ലോ. നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെ ഉള്ള പണികളെ കുറിച്ചിട്ടൊക്കെയുള്ള നല്ല പേടിയുണ്ട്. ആളുകളിൽ പല ആളുകൾക്കും പേടിയുണ്ട്. അവർ പറയുന്നത് വിലക്കയറ്റം വന്നു കഴിഞ്ഞാൽ ഈ നികുതി ഇളവിൽ നമുക്ക് എന്ത് ഗുണം കിട്ടും. ഇപ്പോൾ വിലക്കയറ്റം കഴിഞ്ഞ ഒരു 10 വർഷത്തെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടിയ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരന് ജീവിക്കാനായിട്ട് പറ്റുന്നില്ല. എന്നാൽ കൊടുക്കുന്ന സാധനങ്ങൾക്ക്, കാർഷിക വിളകൾക്ക് വലിയ വിലയൊന്നുമില്ല. നമ്മളുടെ ജീവിത ചെലവ് വല്ലാതെ കൂടിയിരിക്കുന്നു. അപ്പോൾ കൂട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കുറയ്ക്കുക എന്ന് പറയുന്ന ഒരു ട്രിക്കാണോ എന്നും പല ആളുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് അഡ്രസ്സ് ചെയ്യാം. വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും നന്ദി.